പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരു പ്രസ്ഥാനം റെഡ് ക്രോസ് സൊസൈറ്റിയാണ്. ഒരുപാട് പേര്. അതിൻ്റെ സ്ഥാപകനായ വിശുദ്ധ കമില്ലസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ശരിക്കും ചൂത് കളിച്ച് സൈനിക സേവനം വഴി ഉണ്ടാക്കിയ എല്ലാ പണവും ജീവിതവും നശിപ്പിച്ചു കളഞ്ഞൊരു മനുഷ്യനായിരുന്നു. എത്രമാത്രം പണം സമ്പാദിക്കാവോ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സൈനിക സേവനത്തിന് കിട്ടുന്ന ബഹുമാനവും പണവും വലുതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യന് കിട്ടിയ സമ്പാദ്യം മുഴുവൻ വെറുതെ ദിവസങ്ങൾ കൊണ്ട് നിമിഷ നേരം കൊണ്ടില്ലാതായി പോകുന്ന ലക്ഷക്കണക്കിന് പണം. അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് കിട്ടിയ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു ജീവിതം അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലെത്തിയ ഒരു മനുഷ്യൻ. ഒരു കപ്പുച്ചിൻ വൈദികനാണ് ഇടപെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു മാനസാന്തരം അദ്ദേഹത്തെ നയിക്കുന്നത് മാറാരോഗികളുള്ള റോമിലുള്ള ആശുപത്രിയിലേക്കാണ്. റോമിലെ ഈ മാറാരോഗികളുടെ ആശുപത്രിയിൽ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം 34-ാമത്തെ വയസ്സിൽ പുരോഹിതനാകുന്നുണ്ട്. എന്നിട്ട് നഴ്സസിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക സഭയൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള എല്ലായിടത്തേക്കും ഇങ്ങനെ വിപുലമാകുന്ന വിധത്തിൽ മനുഷ്യരെ അവരുടെ പ്രയാസങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന റെഡ് ക്രോസ് സൊസൈറ്റിയൊക്കെ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ എത്ര താഴ്ത്തു നിന്നാണെങ്കിലും എത്രമാത്രം ഉന്നതിയിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും കരുതലും കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളായിട്ടും മാറാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധ കമിലസ്. അത് നടത്താതിരിക്കുമ്പോൾ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയും, കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സൈദ നിനക്ക് ദുരിതം. ദുരിതം പറയണതിൻ്റെ കാരണം ഇത്രയും അത്ഭുതങ്ങൾ കർത്താവ് വേറൊരിടത്തും നടത്തിയിട്ടില്ലെന്നാണ് പറയണത്. പറഞ്ഞല്ലോ, ഈ മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ചെറുതല്ല. അത്രമാത്രം വലിയ സമ്പാദ്യം ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാവാനും മാത്രം സ്വർഗം അയാളെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അബൻഡന്റ് അത്രയ്ക്ക് വലുതായിട്ട് ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളത് ശ്രദ്ധിച്ചില്ല. ഇതേ കാര്യം തന്നെയാണ് കൊറാസിനോടും ബത്സയിദയോടും പറയണത്. വചനം പറയണതനുസരിച്ച് യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ, ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിടങ്ങളാണ് ഖൊറാസിനും ബത്സയിദയും ഒക്കെ. എന്നിട്ട് അത് മാനസാന്തരപ്പെടാത്തത് കണ്ട് കർത്താവ് പറയാണ്, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം. കമിലസിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്, അയാൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളത്. നിങ്ങളുടെ വചനത്തിൽ പറയണത് പോലെ നിങ്ങളിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. ഈ വെറുതെ ടൈറിനും സീദോനിനും കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക മാത്രമല്ല, അല്ലെങ്കിൽ ഖൊറാസിനും ബത്സയിദയ്ക്കും വന്നുകൂടിയ ശാപത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുക മാത്രമല്ല ചെയ്യണ്ടേ. വിശുദ്ധ കമില്ലസിനെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിലേക്കൊന്ന് നോക്കണം. കർത്താവ് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയും, എത്രമാത്രം അത്ഭുതങ്ങൾ, എത്ര അനുഗ്രഹങ്ങൾ, എത്ര സന്തോഷകരമായിട്ടുള്ള മുന്നോട്ട് പോകലുകൾ, എത്രമാത്രം ചേർത്ത് പിടിക്കലുകൾ സ്വർഗം തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്നിട്ടില്ലല്ലോ. ഇപ്പോഴും കുറേയൊക്കെ അകന്ന് നിൽക്കുക. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലല്ലല്ലോ ജീവിതം എപ്പോഴും പോകുന്നേ. മാനസാന്തരപ്പെടാത്തത് എന്താ? മാനസാന്തരത്തിലേ ഉള്ളൂ കർത്താവിനിലേക്ക് മനസ്സ് മാറ്റുക എന്നുള്ളത്. ഇപ്പോഴും കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ വെച്ചിട്ട്, നല്ല ആരോഗ്യം വെച്ചിട്ട്, നല്ല അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട്, അത്യാവശ്യം അറിവ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട്? ഞായറാഴ്ചകളിൽ വൈകി വരുന്ന മനുഷ്യരെ മാത്രം നോക്കിയാൽ മതിയല്ലോ. കാറുണ്ട്, ബൈക്കുണ്ട്, നടന്നു വരാൻ ആരോഗ്യമുണ്ട്. ഇതൊക്കെ കർത്താവ് തന്നിട്ട് ഏറ്റവും ആദ്യം വന്ന് കർത്താവിൻ്റെ ഈ പ്രവേശന ഗാനത്തിന് മുൻപേ ഒന്ന് ഓടി വന്ന് കർത്താവിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പറ്റാത്തത് എന്താ? യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തത് കണ്ട് അവയെ ശാസിക്കാൻ തുടങ്ങി. ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. സ്വന്തം പേര് വെച്ച് വായിച്ചു നോക്ക്. ജോംസ നിനക്ക് ദുരിതം. ഉള്ളിലൊരു വെള്ളിടി വെട്ടുന്ന ഫീല് കിട്ടും. കർത്താവ് എന്നെ നോക്കി പറയാണ്, നിനക്ക് ദുരിതം. നിനക്ക് എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തതാ, നിന്നെ ഞാൻ എത്രമാത്രം സംരക്ഷിച്ചതാ, കൃഷ്ണമണി പോലെ കാത്തതാ, കൈവെള്ളയിൽ കാത്തു സൂക്ഷിച്ചതാ. എന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് നിൽക്കാത്തെ, എന്നോട് ചേർന്ന് നിൽക്കാത്തെ, എന്നിലേക്ക് എത്താത്തെ? സ്വന്തം വാക്ക്, സ്വന്തം പേര് വെച്ച് വായിക്കണം. ഖൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം.
കർത്താവ് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നു, കൈയും കെട്ടി കർത്താവ് നമ്മളെ ശാസിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഫ്രെയിം നമ്മുടെ മനസ്സിന് ഒരിക്കലും അക്സെപ്റ്റഡ് അല്ല. കരുണയുള്ള കർത്താവ്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, നമ്മളെ പരിരക്ഷിക്കുന്ന കർത്താവ്, നമ്മൾക്കായിട്ട് കരുതലുള്ള കർത്താവ്, നമ്മളുടെ മുന്നേ നടന്ന് നമുക്ക് വഴി നടത്തുന്ന കർത്താവ്, അമ്മയേക്കാൾ അധികം നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് എന്നൊക്കെയുള്ള ആ ഒരു ഫീലിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ തമ്പുരാനോട് ചേർന്ന് നിൽക്കാത്ത നമ്മളെ നോക്കി കർത്താവ് ശാസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫ്രെയിം നമ്മളെ വല്ലാതെ നടുക്കണം. തമ്പുരാനെ, അങ്ങ് തന്ന അനുഗ്രഹങ്ങൾ മറ്റൊരാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ജീവിതം എത്രയോ അങ്ങയോട് ചേർന്നിരിക്കുമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയിരുന്ന സൗകര്യങ്ങൾ വേറൊരിടത്ത് മക്കൾക്കാണ് കിട്ടിയിരുന്നതെങ്കിൽ അവരെത്രമാത്രം കർത്താവിന് നന്ദി പറഞ്ഞ് ജീവിക്കുമായിരുന്നു. ചില രാജ്യങ്ങളിൽ അവർ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കുരിശ് വരച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആ കോപ്പയിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, ആകെ കിട്ടിയിരിക്കുന്ന കഞ്ഞിയാണ്, പക്ഷെ അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ഒക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ ഈ ഒരു വചനം ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എത്രയോ നല്ല ഭക്ഷണമാണ് കിട്ടിയിരിക്കണേ, എത്രയോ നല്ല സാഹചര്യങ്ങൾ കിട്ടിയിരിക്കണേ, എന്നിട്ടും അവർ ചേർന്നത്രയും ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നിട്ടില്ലല്ലോ. തമ്പുരാനെ, തലകുനിച്ചുകൊണ്ട് തന്നെ അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങിൽ നിന്ന് ഒരിത്തിരി പോലും അകന്നു പോകാത്ത വിധത്തിൽ നന്ദിയോടും കൃതജ്ഞതയോടും കൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ായിരിക്കാം ആശീർവാദം പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇരിക്കട്ടെ. കർത്താവേ, അങ്ങ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കൃതജ്ഞതയുള്ള ഹൃദയത്തോടുകൂടെ, നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിങ്കിലേക്ക് മനസ്സർപ്പിച്ച് നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.